എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെ അധികം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ലോകത്തിൽ ആദ്യമായി ഗിന്നസ് ബുക്കിൽ ഇടം തേടുന്ന ഒരു സ്റ്റേറ്റായി നമ്മുടെ കേരളം മാറുകയാണ്. അതിൽ വകുപ്പ് തല മന്ത്രിക്കും തലതൊട്ടപ്പനും അതിൻ്റെ മറ്റു ഭാരവാഹികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. കാര്യം നമ്മളെ അറിയിച്ചില്ലെങ്കിലും നമുക്കറിയാൻ സാധിച്ചു. അതായത് ലൈൻ പോയി, പകരം പുതിയൊരു ലൈൻ. ഇതെല്ലാവർക്കും ഗുണകരമായ ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒരു പുതിയ സംവിധാനം, അത് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് യന്ത്ര മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത്. യന്ത്ര മനുഷ്യൻ പറയുന്നു, മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു. എന്തായിരുന്നാലും വി ആർ ഓൾ ദ പീപ്പിൾ ഹാവ് ടു ബി പ്രൗഡ് ഓഫ് ദിസ് പ്രോജക്റ്റ്. എന്താണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞുതരാം. ഇനി മദ്യ സംഭരണി തുടങ്ങുകയാണ് കേരളത്തിൽ. മദ്യസംഭരണികൾ. ഇതിൽ മൂലം ബിവറേജിൽ ക്യൂ നിൽക്കണ്ട. അതിൻ്റെ ഗുണങ്ങളാണ് പറയുന്നത്. ബിവറേജിൽ ക്യൂ നിൽക്കണ്ട. ജോലി കഴിഞ്ഞാൽ ബിവറേജിൽ പോയി ക്യൂ നിന്ന് ഈ വാട്ടർ സാധനവും വാങ്ങി എവിടെയെങ്കിലും കൂട്ടുകാരായിട്ടിരുന്ന് അടിച്ച് ഫിറ്റായി പാമ്പായി റോഡിൽ കിടക്കും. ഇതുമൂലം പോലീസിനാണ് ഏറ്റവും കൂടുതൽ ശല്യം. വഴിയാത്രക്ക് അത് ഒഴിവാക്കി കിട്ടും. ഗുണം നമ്പർ 1. രണ്ടാമത്, തൊഴിൽ മേഖല വളരെയധികം പുഷ്ടിപ്പെടും. കാരണം ഇതിൽ ഗതാഗത ചെറിയ വണ്ടികളുള്ളവർക്ക് നല്ല ആനുകൂല്യം കിട്ടും. ഈ ജലസംഭരണിയിൽ നിന്നും ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക, ഒരു ലൈൻ ഇടാൻ പോവുകയാണ്. അതിനെ പറയുന്ന മദ്യക്കുഴൽ. ഈ മദ്യക്കുഴൽ എല്ലാ ഭാഗത്തും കേരളത്തിൻ്റെ എല്ലാ വീടുകളും കണക്റ്റഡ് ചെയ്യും. അത് ജില്ലാടിസ്ഥാനത്തിൽ, ദെൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനം, എല്ലായിടത്തും ഇതങ്ങോട്ട് ഇതാകും. അപ്പോൾ ജോലി സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ആർക്കും വായി നോക്കിയിരിക്കുന്ന ഇവർക്ക് അത് പല ഭാഗങ്ങളായിട്ടാണ് വിധിക്കുന്നത്. അതായത് KFC, അതിൽ 3 മീറ്റർ ഇനി വീട്ടിലുണ്ടാകും. ഒന്ന് ഇപ്പം നിലവിലുള്ളത് KFC മീറ്റർ, ഇലക്ട്രിക് എത്രയാണെന്നറിയാൻ. അടുത്ത മീറ്റർ വാട്ടർ മീറ്റർ, വെള്ളം എത്രയാണെന്നറിയാൻ. മൂന്നാമത്തെ മീറ്റർ വന്ന് ഇതിൻ്റെ പേരാണ് മദ്യക്കുഴൽ മീറ്റർ. എത്ര മദ്യം ഉപയോഗിച്ചെന്നാൽ മീറ്റർ നോക്കിയാൽ അതനുസരിച്ച് ബില്ലടിച്ച് അപ്പം തരും. അത് 2 രീതിയാണ്. നല്ല സൗകര്യമുള്ള വീട്ടിലാണെങ്കിൽ അവരെന്തെങ്കിലും വെൻഡിങ് മെഷീൻ കണക്ട് ചെയ്ത് കൊടുക്കും. ആവശ്യമുള്ള മദ്യം അപ്പം ബട്ടൺ അടിച്ച് കാശിട്ട് അപ്പം തന്നെ അങ്ങ് കിട്ടും. പക്ഷേ ടോട്ടൽ ടെക്നോളജിയാണ്. കാരണം ഇതെല്ലാം യന്ത്ര മനുഷ്യൻ്റെ ഒരു ആസൂത്രണ പരിപാടികളാണ്. കാരണം ഇവിടെ ഉള്ളവർക്കൊന്നും അത് വേണ്ട. ഇനിയിപ്പോൾ എല്ലാം ഈ വകുപ്പ് മന്ത്രിയൊന്നും ഈ യന്ത്ര മനുഷ്യൻ്റെ സഹായത്തിലാണ് ഓരോ പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു വച്ചേക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഈ ജലസംഭരണിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ചെറിയ നമ്മുടെ കൊച്ചു പിക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഈ എയ്സിൻ്റെ അതിൻ്റെ ടാറ്റാക്കാർക്കും മഹേന്ദ്രയ്ക്കും ഇപ്പോൾ നല്ല നേട്ടമായിരിക്കും. അതിൽ ചെറിയ ടാങ്കുകൾ സംഘടിപ്പിച്ച് ആ ടാങ്കിൽ മദ്യം എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. എവിടെയാണ് ഈ ലൈൻ തകരാറാകുന്ന നേരെ ഇത് അവിടെ കൊണ്ട് സംഗതി ഫീഡ് ചെയ്യും. അതായത് ഇലക്ട്രിസിറ്റി തകരാറാകുമ്പോൾ ജനറേറ്റർ വണ്ടികളിൽ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫീഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അതിൻ്റെ ഒരു ലെവലിലാണ് ഇതും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ കളിയല്ല, ടെക്നോളജി, ഹൈടെക് ടെക്നോളജി. അപ്പോൾ ഈ ചെറിയ വണ്ടികൾ പോകാത്ത സ്ഥലത്ത് ഓട്ടോറിക്ഷ, പെട്ടിയാട്ടോ എന്ന് പറയുന്നത്, പെട്ടിയാട്ടോയിൽ ചെറിയ ടാങ്ക് വെച്ച് പെട്ടിയാട്ടോ ഏത് ഇടവഴിയിലും കയറി പോകുമല്ലോ. അതും ഫെയിലായാൽ അതൊന്നും ഇത് ചെയ്യാൻ വേണ്ടി കാരിയേഴ്സാണ്, കാരിയർമാർ. അത് 25 ലിറ്ററിൻ്റെ ഈ വാട്ടർ ബോട്ടിൽ അതിൽ മദ്യം നിറയ്ക്കും. അതിൽ നോബൊക്കെ വെച്ചു നേരെ വീട്ടിൽ അങ്ങ് വെച്ചാലും ഫോൺ ചെയ്താൽ മതി. ഫോൺ ചെയ്താൽ നമ്മുടെ ഈ ഫുഡ് സപ്ലൈ കൊടുക്കുന്നവർക്ക് ഈ ഡെലിവറി ബോയ്സിൽ അതുപോലെ ഇവരിങ്ങോട്ട് നേരെ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവർക്കിനി ഒരുത്തന്ന് പോകണ്ട. അതായത് കറക്റ്റ് പണി കഴിഞ്ഞാൽ ഗ്രഹനാഥൻ കള്ളടിക്കുന്നവർ അപ്പത്തിന് വീട്ടിൽ ക്ലിയറാണ്. അപ്പോൾ എന്തെങ്കിലും കുടിച്ച് അവിടെ തന്നെ വാണ്ടി എന്ത് വാൾ വെച്ചാലും എന്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോലീസുകാർക്ക് ശല്യമില്ല, ആർക്കും ഒരു ശല്യമില്ല. അവർ ക്ലിയറാണ്. അപ്പോൾ മലിനീകരണം ഉണ്ടാകില്ല.
ആശുപത്രി ഇപ്പോൾ ഇവരെ പൊക്കിയെടുത്തേണ്ട ഇത് കള്ളടിച്ച് വന്നാൽ, കാരണം വേറെ വലിയ കുഴപ്പമില്ല, എന്ത് കുഴപ്പമുണ്ടത് വീട്ടിലായിക്കോളും. കാരണം ഇവരുടെ കൂട്ടിനിപ്പോൾ ഏറ്റവും ഗുണം, ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ എറണാകുളത്തെ ഒരു സ്ത്രീ കാണിച്ച കോലാഹലങ്ങൾ, പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീ കാണിച്ച. ഇപ്പം ആണുങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്. അവർക്കാണ് ഇപ്പം മദ്യം കൂടുതൽ വേണ്ടി വരുന്നത്. അവർക്ക് ക്യൂ നിൽക്കാനൊക്കെ ഒത്തിരി വിഷമമാണ്. അതുകൊണ്ട് അവരുടെ സൗകര്യം കൂടെ മുന്നിലെടുത്താണ് വകുപ്പ് മന്ത്രി ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഇനി നിങ്ങളൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന മദ്യം ഏത് ലെവലിലായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. പിന്നെ റേഷൻ കാർഡ് ഇനി ഫ്യൂച്ചറിൽ ഇന്നത് റേഷൻ കടയിലും വരാം. പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് വേ. സോ ഇതിലൂടെ ഈ ലയൻ ഈ മദ്യക്കുഴൽ റെഡിയാകുന്നതിനോടൊപ്പം തന്നെ ഗിന്നസ് ബുക്കിൽ ഈ എല്ലാ പ്രഗത്ഭരുടെയും പേരുകൾ വരും. ഇനി ടൂറിസം മേഖല അങ്ങ് അടിച്ചു പൊളിക്കും. ടൂറിസം മേഖലയിൽ അങ്ങനെ ആ മന്ത്രി ഇങ്ങനെ കഥ എങ്ങനെയാണ് പിടിപ്പിക്കണത്? ടോൾ പിരിവിന് മുമ്പ് തന്നെ ഇതങ്ങ് തുടങ്ങിക്കോളും. അപ്പോൾ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ബാറിലൊന്നും പോകണ്ട. ഇന്നലെ തന്നെ മെനിഞ്ഞാന്ന് പുതിയ ബാർ ഉദ്ഘാടനം ചെയ്തതിനെ തല്ലിപിടുത്തമായിട്ടുണ്ട്. ഗ്ലാസും കുപ്പി എറിച്ച് അത് അളവിൽ കുറഞ്ഞു. ഇനിയിപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലൈൻഡ് ഓർഡർ പെർഫെക്റ്റ് ആയിരിക്കും. പോലീസിന് അങ്ങനെ കുറച്ച് ശല്യം ഒഴിവാക്കാൻ. പോലീസിനും പേടിയാണ്. അടിച്ച് ഫിറ്റായിട്ട് വട്ടായി നിന്ന് കഴിഞ്ഞാൽ പോലീസിൻ്റെ തലയ്ക്ക് അടി കിട്ടുന്നൊരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അവർക്ക് തന്നെ സുരക്ഷിതമില്ലാത്തൊരു സമയം മാറിക്കുക. അതുകൊണ്ടാണ് ഈ വകുപ്പുകളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെയുള്ളൊരു സംഗതി ആസൂത്രണം. അത് എന്ത് വേണമെങ്കിലും അത് യന്ത്ര മനുഷ്യനോട് പീടി കൊടുത്ത് അവൻ കറക്റ്റ് ബുദ്ധി പറഞ്ഞു കൊടുക്കും. ഇനി ആളിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടൂറിസം മേഖല വളരെ വളരെ വലുതായിട്ട് വരും. കാരണം ഓരോ വീട്ടിലും ഓരോ പേയിങ് ഗസ്റ്റായിട്ട് അങ്ങോട്ട് കാണിക്കാം. ഹോം സ്റ്റേ സംതിങ് അങ്ങനെയൊക്കെ കുറേ പേരുണ്ടോ. അപ്പോൾ ടൂറിസ്റ്റ് അങ്ങോട്ട് വച്ചടിക്കാൻ വളരും. കാരണം എല്ലാം അറ്റാച്ച്ഡ് ബാത്തായി മാറും. അറ്റാച്ച്ഡ് ബാറായി നമ്മുടെ കേരളത്തിലെ ഓരോ വീടും അറ്റാച്ച്ഡ് വീടുകളായി മാറും. ബാർ അറ്റാച്ച്ഡ് വീടായി മാറും. ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ യൂറോപ്പിൻ്റെ പല ഭാഗത്തുനിന്നും ആസ്ട്രിയൻ കൺട്രികളും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ യാത്ര ചെയ്തതാണ്. അവിടെ ഈ സൗകര്യം എനിക്ക് കാണാൻ പറ്റിയില്ല. ഉള്ളി ഹൈടെക് ആൾക്കാർക്ക് മാത്രമേ വീടിൻ്റെ ഉള്ളിൽ ബാർ കാണത്തില്ല. അത് തന്നെ ഇവിടെയും. ഇനി വേണ്ട, നമ്മളെല്ലാം സമത്വം ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ രാജ്യമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നേതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഇതാണ്. എന്തു തന്നെയായിരുന്നാലും ഇനി കഷ്ടിച്ചെന്താ ഈ ലൈൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എല്ലാം റെഡിയായെന്നാണ് കേൾക്കുന്നത്. വളരെ വേഗം തന്നെ അതൊരു പാരലായിട്ട് ലൈനുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് ചിലപ്പോൾ ലൈൻ പൊട്ടാതിരിക്കാൻ വേണ്ടി നല്ല മുന്തിയ തരം പൈപ്പാണ് അതിന് ആവശ്യം വരിക. അതിനിപ്പോൾ ടെൻഡറൊക്കെ കൊടുത്താൽ അത് ആങ്കോളം ടെൻഡർ എഴുതി അതും ഒരു രാത്രിയുണ്ട് ആ ടെൻഡർക്ക് അങ്ങോട്ട് പാസ്സാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കെല്ലാം സന്തോഷിക്കാം. ഇനി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് സമയത്ത് എനി ടൈം. പിന്നെ 1-ാം തീയതി എന്നുള്ള കൺസെപ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറിക്കോളും. എന്ത് സുഖമുണ്ട്. ഇനിയാണ് കേരളം ശരിക്കും സ്വർഗമെന്ന് പറയുന്നത്. ആർക്കെങ്കിലും ബുദ്ധി പോയോ? ഇല്ല. ഇപ്പോഴിരിക്കുന്നവർക്കുള്ള ആ ബുദ്ധി യന്ത്രമനുഷ്യൻ കാണിച്ചു കൊടുക്കുന്ന ബുദ്ധിയെ. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ആൾക്കാർ പുതിയ യന്ത്രമനുഷ്യൻ ഇറക്കണം. അവന് വേറെ ബുദ്ധി വന്ന് അവരെല്ലാം ഇങ്ങോട്ട് ഫീഡ് ചെയ്യാൻ നമ്മൾ അതനുസരിച്ച് ഇങ്ങോട്ട് ചെയ്താൽ മതി. സുഹൃത്തുക്കളെ, നമുക്ക് സന്തോഷിക്കാം. വീണ്ടും ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ രീതിയിലും അറ്റാച്ച്ഡ് ബാറായിട്ട് വരുന്ന വീടുകളുടെ ആ ഒരു അത്ര വിദൂരമല്ല. വളരെ വൈകാതെ തന്നെ ബാർ അറ്റാച്ച് വീടുകളാകും, ഹോം സ്റ്റേകൾ വരും. ദെൻ ഡെലിവറി പോയിൻറ്റ്സിൽ വന്ന് വലിയ സംഭരണികൾ വരും. അതിൽ പിന്നെ ചെറിയ ടാങ്കുകൾ വരും. ചെറിയ ചെറിയ മിനി വാനിൽ അതിൻ്റെ ഫെസിലിറ്റീസ് കാണും. ദെൻ ഈ ചെറിയ പെട്ടിയാട്ടോയിൽ അതിൻ്റെ സപ്ലൈ കാണും. ഇനി പണി എല്ലാവർക്കും കിട്ടും. ഒരു 25 കിലോ വരുന്ന ആ ബാഗ്, ബാഗിൽ മദ്യം നിറച്ച് ആൾക്കാരെ കൊണ്ട് തുറന്നങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് ലൈനിന് മിസ്റ്റേക്ക് വന്നാൽ. സോ ഓപ്പർച്യൂണിറ്റീസ്, millions of the people get an opportunity in Kerala. നമുക്ക് അടുത്ത ഒരു വൈകാതെ തന്നെ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് അങ്ങോട്ട് ഇടിച്ച് കയറും. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അങ്ങോട്ട് വളരും. അപ്പോഴാണ് അത് ഓരോ വീട്ടിനെ ഓരോ പ്രൊജക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് എത്രയോ കോടി തൊഴിലുകളാണ് ഇവിടെ വരാൻ പോണത്.
എല്ലാവരും പ്രതിപക്ഷം ഒന്ന് സഹായിക്കണം ഈ ഭരണവർഷത്ത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഗുഡ് ന്യൂസ് നിങ്ങളെല്ലാവരിലും പങ്കുവയ്ക്കണം. അവർക്കും സന്തോഷമാകട്ടെ, അറിയാതെ പോകരുത്. മുൻകൂട്ടി അഡ്വാൻസ് ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കണക്ഷൻ വേണോ, അത് പ്രൈവറ്റായിട്ട് 5 വീട്ടുകാർ കൂടി ചേർന്നെടുക്കണോ, അല്ല വീട്ടിൻ്റെ ഉള്ളിൽ വെൻഡിങ് മെഷീൻ വേണോ, ഏത് വേണമെങ്കിൽ വെൻഡിങ് മെഷീൻ ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടും. കാര്യം വെച്ചാൽ അടിപൊളി ബ്രാൻഡാണ്. ജവാൻ മുതൽ കൊവാൻ വരെയുള്ള കൊവാൻ എന്നൊരു ഡ്രിങ്ക്സ് എങ്ങാണ്ട് റഷ്യയിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സിദ്ദിഖിയ സംതിങ് ലോട്ട് ഓഫ് നെയിം ഈസ് ദർ. അതെല്ലാം വരും. സമീപ ഭാവിയിൽ ഈ ഉപകാരം ചെയ്തു തരുന്ന എല്ലാവർക്കും അവർക്ക് അതിബുദ്ധി ഉണ്ടാകട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നതിൽ എല്ലാവരും സന്തോഷിക്കാമെന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് പൈസ ഇല്ലെങ്കിൽ അടുത്തൊരു വീട്ടിൽ ചെന്നാലെങ്കിൽ ജസ്റ്റ് വയ്ക്കാനോട് നാളത്തേക്ക് ഒരു കടം വാങ്ങാം. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലോൺ ഇത് നമുക്ക് അവിടെ നിന്നൊക്കെ ബാർ ചെയ്യാം, നമുക്ക് ബാറോ ചെയ്യാം. ഓക്കെ, എൻജോയ് ചെയ്യുക. നിങ്ങൾ കുടിച്ചങ്ങ് മതിക്കുക. ആ സംഭരണിക്ക് നല്ല ബലമുള്ള ഷീറ്റുകൾ ഉപയോഗിച്ച് അത് പണിയട്ടെ. ടാറ്റ, കാണാം ഇനിയും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.